എല്ലാ വിദ്യാർത്ഥികൾക്കും MA മലയാളത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് MA മലയാളത്തിന്റെ 3ാം സെമസ്റ്ററിലെ പേപ്പറായിട്ടുള്ള ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്നതിനെ കുറിച്ചാണ്. നമ്മളതിലെ 2 യൂണിറ്റുകൾ നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിലെ 3ാമത്തെ യൂണിറ്റിനകത്തേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ പേര് രസധ്വനി പദ്ധതി എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഈ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ഭാരതീയ ആലങ്കാരികന്മാര്, ഇവര് സാഹിത്യ രചനയെക്കുറിച്ച്, സാഹിത്യത്തിനുണ്ടാവേണ്ട ഗുണങ്ങളെക്കുറിച്ച്, സാഹിത്യ പ്രയോജനത്തെക്കുറിച്ചൊക്കെയുള്ള ഇവരുടെ കാഴ്ചപ്പാടുകൾ അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ രസധ്വനി പദ്ധതി, എന്താണ് രസപദ്ധതി, എന്താണ് ധ്വനി പദ്ധതി, ഇപ്രകാരം 2 യൂണിറ്റുകളാണ് നമുക്ക് ഈ യൂണിറ്റിനകത്ത് ബ്ലോക്കിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് രസപദ്ധതിയും മറ്റൊന്ന് ധ്വനി പദ്ധതിയും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നത് രസപദ്ധതിയിലേക്കാണ്. എന്താണ് രസം? ഏതോ സിനിമയില് ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്നുണ്ട്, രസം ഉണ്ടാവുകയില്ലല്ലോ, രസം ഉണ്ടാക്കുകയില്ലേ എന്ന് പറഞ്ഞിട്ട്, എന്താ പറയുക, ചില പുതിനയിലെ കടുകൊക്കെ ഇട്ട് മറ്റേ നമ്മുടെ രസം എന്ന് പറയുന്ന ആ വിഭവം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ പൊതുവെ രസം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എപ്പോഴാണ്? നമ്മളൊരു നല്ല മനോഹരമായ ഒരു ഫലം കഴിക്കുന്ന സമയത്ത്, അല്ലെ, മാമ്പഴം കഴിക്കുന്ന സമയത്ത്, വളരെ മധുരമൂർന്ന ഒരു മാമ്പഴം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊരു രസമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നല്ലൊരു പുസ്തകം വായിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണുന്ന സമയത്തോ, നല്ലൊരു പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് രസമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, രസം എന്ന വാക്കിന് നിരവധിയായ അർത്ഥങ്ങളുണ്ട്. സ്വാദ്, ഇഷ്ടം, പിന്നെ അതുപോലെ പഴച്ചാറ്, ശബ്ദം, ആസ്വാദനം, വെള്ളം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? നമ്മൾ രസം എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ വിഷയം സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള പഠനമായതുകൊണ്ട് തന്നെ നമ്മൾ സാഹിത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്യശാസ്ത്രത്തിനകത്ത്, അഭിനയത്തിനകത്ത് ഇപ്രകാരമാണ് രസം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ രസം എന്ന വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമുണ്ട്. എന്താണത്? നോക്കാം. ആ ചിത്രത്തിൽ നിന്ന് കാണാം. എന്തോ അത് നവരസങ്ങൾ എന്നല്ലേ. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കഥകളിയൊക്കെ പണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആട്ടക്കഥ, ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ഈ കഥകളിയെ കുറിച്ച് പറയുമ്പോൾ അപ്പം നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് നവരസം. ഈ ഉദയനാണ് താരം സിനിമയിൽ, ഉദയനാണ് താരം സിനിമയിൽ ജഗതി ശ്രീകുമാർ കാണിക്കുന്നുണ്ടല്ലോ നവരസങ്ങൾ. ഇവിടെ കലാമണ്ഡലം ഗോപി ആശാന്റെ ചില നവരസങ്ങൾ, 9 എണ്ണം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ് നവരസങ്ങൾ? ശൃംഗാരമുണ്ട്, ഹാസ്യമുണ്ട്, കരുണമുണ്ട്, രൗദ്രമുണ്ട്, വീരമുണ്ട്, ഭയാനകമുണ്ട്, ഭീഭത്സമുണ്ട്, അദ്ഭുതമുണ്ട്, ശാന്തമുണ്ട്, അല്ലെ. അപ്പൊ നമുക്ക് നവരസങ്ങൾ, 9 രസങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. അല്ലെ, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, എന്താണ് രസം? അപ്പൊ നമുക്ക് ഉടനെ നവരസങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? രസങ്ങൾ എത്രയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് 9 എന്ന് പറയാം. രസങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെയും പറയാം. അതല്ലാതെ എന്താണ് രസം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ 1ാമത്തെ യൂണിറ്റ് രസപദ്ധതി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് രസമെന്നും എങ്ങനെയാണ് രസം ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ പോലെയല്ല കേട്ടോ, എങ്ങനെയാണ് രസം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിനകത്തേക്ക് പോകാം. രസസിദ്ധാന്തത്തെ കുറിച്ചാണ് ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത്. രസസിദ്ധാന്തം എന്താണ്? രസസിദ്ധാന്തം അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഭാരതീയ സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെ.
ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നാട്യശാസ്ത്രം എന്താണ്? നാട്യകലയുടെ ശാസ്ത്രമാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. ആ നാട്യശാസ്ത്രത്തിനകത്ത് കലകളെ കുറിച്ചുള്ള ചർച്ചാവേളയിൽ ഒരു ഘട്ടത്തിൽ ഭരതമുനി അവതരിപ്പിക്കുന്ന ഒരു കലാതത്വമാണെന്ത്? രസസിദ്ധാന്തം. കലകളെ കുറിച്ചുള്ള ചർച്ചാവേളയിൽ ഭരതമുനി അവതരിപ്പിക്കുന്ന ഒരു കലാതത്വത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രസസിദ്ധാന്തം എന്ന് പറയുന്നത്. രസത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്ലോകങ്ങൾ, പലതരത്തിലുള്ള ശ്ലോകങ്ങളുണ്ട്. അതിലൊരെണ്ണം സർവം രസമയം ജഗത്, സർവം ബ്രഹ്മമയം ജഗത് എന്ന് പറയാറുണ്ട്. എന്താ സർവം രസമയം ജഗത് എന്ന് പറഞ്ഞാൽ? അവൻ രസമാണ്, അല്ലെങ്കിൽ എല്ലാം എന്താണ്? രസമാണ്. ബ്രഹ്മം രസമാണ് എന്നാണ് പറയുന്നത്. ബ്രഹ്മം എല്ലാം ബ്രഹ്മമാണ്, എല്ലാം രസം തന്നെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുണ്ടായിരുന്നത്. നമുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവാചാര്യന്മാർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർക്കുക. അപ്പൊ ഇവിടെ ഈ രസസിദ്ധാന്തത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്രകാരമാണ് രസസിദ്ധാന്തത്തിലേക്ക് ഭരതമുനി എത്തിച്ചേരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ നോക്കണം. അത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു അധ്യയനമില്ലാത്ത ഒരു ദിവസം അത്രയൻ മുതലായ മഹർഷിമാർ എന്ത് ചെയ്യുന്നു? ഭരതമുനിയുടെ അടുക്കലേക്ക് എത്തുകയും അപ്പൊ അവര് ചില ചോദ്യങ്ങൾ ഭരതമുനിയോട് ആരായുകയും ചെയ്യുന്നു. അതിനുള്ള ഉത്തരം എന്ന ക്രമത്തിൽ ഭരതമുനി എന്ത് ചെയ്യുന്നു? നാട്യസംഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനെ കുറിച്ച്? നാട്യ സംഗ്രഹങ്ങളെ കുറിച്ച് ഭരതമുനി ഇവരുടെ ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ ഭരതമുനി പറയുന്നുണ്ട്. നാട്യസംഗ്രഹങ്ങൾ 13 എന്നാണ് അദ്ദേഹം പറയുന്നത്. നാട്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നാട്യസംഗ്രഹങ്ങളാണ് നാട്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം നാട്യസംഗ്രഹങ്ങൾ 13 എണ്ണം ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നാട്യസംഗ്രഹങ്ങൾ 13? രസം, ഭാവം, അഭിനയം, ധർമ്മി, വൃത്തി, പ്രവൃത്തി, സിദ്ധി, സ്വരം, ആതോധ്യം, ഗാനം, പ്രകൃതി, ഉപചാരം, മണ്ഡപങ്ങൾ. അല്ലെ? ഏതൊക്കെയാണ്? രസം, ഭാവം, അഭിനയം, ധർമ്മി, വൃത്തി, പ്രവൃത്തി, സിദ്ധി, സ്വരം, ആതോധ്യം, ഗാനം, പ്രകൃതി, ഉപചാരം, മണ്ഡപങ്ങൾ എന്നിങ്ങനെയുള്ള 13 നാട്യ സംഗ്രഹങ്ങളുണ്ട് എന്നാണ് ഭരതമുനി ഇവരുടെ ചോദ്യത്തിന്, അതായത് എന്താണ് നാട്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ള ഇവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഇവർ ചോദിക്കുന്നു, എന്താണ് രസം എന്നതിനെ കുറിച്ച് വീണ്ടും ഒരു ചോദിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം രസത്തെ കുറിച്ച് പറയുന്നത്. എപ്രകാരമാണ് രസം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? രസമില്ലെങ്കിൽ ഒന്നുമില്ല, അല്ലെ? രസമില്ലെങ്കിൽ ഒരു കാര്യം എന്ത് ചെയ്യില്ല, നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ആരംഭിക്കുന്ന രസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹം പറയുന്നു, രസത്തിന് വിവിധ അർത്ഥങ്ങളുണ്ട്, അല്ലെ? വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട് രസത്തിന്. നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ് ആരംഭിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് രസത്തിന്. സ്വാദ് എന്ന അർത്ഥമുണ്ട്, ഇഷ്ടം എന്ന രസത്തിന് അർത്ഥമുണ്ട്, പഴച്ചാറ് എന്ന അർത്ഥമുണ്ട്, അല്ലെ? നമ്മൾ രസം എന്ന് പറയില്ലേ, അപ്പം പഴച്ചാറ് എന്ന അർത്ഥമുണ്ട്. അതുപോലെ ആസ്വാദനം, ശബ്ദം, വെള്ളം എന്നിങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന എന്താ പറയുക, വിവിധ തരത്തിലുള്ള സെക്രീഷ്യൻസിന് നമ്മൾ രസം എന്ന് പറയാറുണ്ട്, അല്ലെ? ദഹന രസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ദഹനേന്ദ്രിയങ്ങൾ, അതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആ ദ്രവത്തിന്, നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ദ്രവങ്ങളെയും നമ്മൾ എന്ത് വിളിക്കുന്നു? രസം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ അർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? രസത്തിന് വരുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ പിന്നീട് പറയുന്നു, രസം എന്ന പദത്തിൽ നിന്ന് ആനന്ദത്തെയോ ആനന്ദം എന്ന വാക്കിൽ നിന്ന് രസത്തെയോ വേർപിരിച്ചെടുക്കുക സാധ്യം അല്ല എന്ന് പറയുന്നു. രസം എന്ന വാക്കിൽ നിന്ന് ആനന്ദത്തെയോ ആനന്ദം എന്ന വാക്കിൽ നിന്ന് രസത്തെയോ വേർപിരിച്ചെടുക്കുക സാധ്യമല്ല. അപ്പൊ വീണ്ടും ചോദ്യം വരുന്നു, എന്താണ് എന്താ പറയുക രസം എന്ന് പറയുമ്പോൾ നമുക്കപ്പൊ എന്ത് പറയാൻ വേണ്ടി സാധിക്കും? ആനന്ദ പര്യസായിയായിട്ടുള്ള ഒരു ആസ്വാദ്യതയാണ് രസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആനന്ദ പര്യവസായിയായിട്ടുള്ള ഒരു ആസ്വാദ്യതയാണെന്ത് രസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ രസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആനന്ദ പര്യവസായിയായിട്ടുള്ള
ഒരു ആസ്വാദ്യതയാണെന്ത്? രസം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ നിർവചിക്കാനായിട്ട് സാധിക്കും. അപ്പോഴ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ആനന്ദ പര്യവസായിയായിട്ടുള്ള ഒരു ആസ്വാദ്യതയാണെന്ത്? രസം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായില്ല അല്ലെ? എങ്ങനെയാണ് രസം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് രസം ഉണ്ടാകുന്നത്? ഉത്തരം ഭാവങ്ങളാണ് എന്ത് ചെയ്യുന്നത്? രസപ്രാപ്തിയിൽ എത്തിക്കുന്നത് എന്നൊരു ഉത്തരമാണ് നമുക്ക് അവിടെ ലഭിക്കുക. അപ്പം രസം ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് എന്താണ്? ഭാവങ്ങളാണ് എന്ന ഒരു ഉത്തരം നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതായത് ഇപ്പം നമ്മൾ ഒരു നാടകം കാണുകയാണ് എന്ന് കരുതുക. നമ്മളൊരു നാടകം കാണുകയാണ്. ഈ നാടകം കാണുന്ന സമയത്ത് അരങ്ങിൽ നടൻ എന്ത് ചെയ്യും? വിവിധ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് വിവിധ കഥാപാത്രങ്ങളുടെ രൂപത്തിൽ നടന്മാർ വരികയും അവർ അഭിനയിക്കുകയും ചെയ്യും അല്ലെ? അപ്പൊ ഇപ്രകാരം അവരുടെ മുഖത്ത് ഭാവങ്ങളാണ് ഉണ്ടാവുക. അവരുടെ മുഖത്ത് ഉണ്ടാവുന്നത് ഭാവങ്ങളാണ്. ഈ ഭാവങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുന്നത്? രസം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് ഇപ്രകാരമാണ് ഭാവം രസത്തെ ജനിപ്പിക്കുന്നത്. നമ്മളൊരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളൊരു നാടകം കാണുന്ന സമയത്ത് അല്ലെ, അപ്പൊ അവിടെ അരങ്ങിലുള്ള നടീനടന്മാരുടെ മുഖത്ത് ഭാവങ്ങൾ ഉണ്ടാവുകയും ആ ഭാവം കാണുന്ന അല്ലെങ്കിൽ ആ ഭാവം ദർശിക്കുന്ന പ്രേക്ഷകന്റെ ഉള്ളിൽ രസം ജനിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഭാവമാണ് രസത്തെ ജനിപ്പിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി എന്താണ് ഭാവം, എന്താണ് ഭാവവും രസവും തമ്മിലുള്ള ബന്ധം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ രസം എന്താണ് എന്നുള്ളതിന് ഉത്തരവായി. എന്തായിരുന്നു രസം? ആസ്വാദ്യമായത് എന്താണോ അതാണ് രസം എന്ന് പറയുന്നു. ആനന്ദ പര്യവസായി ആയിട്ടുള്ള ആസ്വാദ്യതയാണ് രസം എന്ന് നമുക്ക് പറയാം. രസം എന്താണ് എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങൾ അല്ലെ? ആനന്ദ പര്യവസായി ആയിട്ടുള്ള ആസ്വാദ്യതയാണ് രസം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ആസ്വാദ്യമായതെന്തോ അതെന്താണ്? രസമാണ് എന്നും നമുക്ക് പറയാം. രസം എങ്ങനെ ഉണ്ടാവുന്നു? ആരാണ് രസം ഉണ്ടാക്കുന്നത്? ഭാവങ്ങളാണ് രസം ഉണ്ടാക്കുന്നത് എന്നും നമുക്ക് പറയാം. പ്രകാരം രണ്ട് ചോദ്യങ്ങൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരവായി. എന്താണ് രസം? എങ്ങനെയാണ് രസം ഉണ്ടാകുന്നത്? അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാവം എന്താണ്, എങ്ങനെയാണ് ഭാവങ്ങൾ അല്ലെങ്കിൽ രസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഭാവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വിശ്വനാഥ കവിരാജന്റെ ഒരു നിരീക്ഷണമുണ്ട്. നിശ്ചലമായ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ചലനമാണ് ഭാവം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? നിശ്ചലമായ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ചലനമാണ് ഭാവം എന്ന് വിശ്വനാഥ കവിരാജൻ പറയുന്നു. ഭാവം എന്നാൽ വികാരമാണ്. ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവം എന്ന് പറയുന്നത് വികാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭാവം എന്ന് പറയുമ്പോൾ അത് വികാരമാണ് എന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയുക. അപ്പൊ നമ്മൾ ഇനി അഭിനയ കലയിലേക്കാണ് പോകുന്നത്. അഭിനയ കലയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ പറയണം, ഭാവം എന്ന് ഭാവങ്ങൾ ഏകദേശം 50ഓളം ഭാവങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 50ഓളം ഭാവങ്ങളെ കുറിച്ച് നാട്യശാസ്ത്രത്തിനകത്ത് പറയുന്നുണ്ട്. ഈ ഭാവപ്രപഞ്ചത്തെ നാട്യശാസ്ത്രം 3ആയിട്ട് വർഗീകരിക്കുന്നുമുണ്ട്. ഭാവങ്ങളെ നാട്യശാസ്ത്രം എത്രയായിട്ട് വർഗീകരിക്കുന്നു? 3 എണ്ണമായിട്ടാണ് ഭാവങ്ങളെ നാട്യശാസ്ത്രം വർഗീകരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്ഥായി ഭാവം, ഏതൊക്കെയാണ്? സ്ഥായി ഭാവം, പിന്നെ വ്യഭിചാരി ഭാവം, അനുഭാവം എന്നിങ്ങനെ 3 തരം ഭാവങ്ങളെ കുറിച്ചാണ് നാട്യശാസ്ത്രം പറയുന്നത്. ഏതൊക്കെയാണ്? സ്ഥായി ഭാവം, വ്യഭിചാരി ഭാവം, അനുഭാവം എന്നിങ്ങനെ 3 തരം ഭാവങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്യശാസ്ത്രം പറയുന്നത്. അപ്പൊ 50ഓളം ഭാവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും ഭാവങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് ഈ 3 തരത്തിലാണ്. ഏതൊക്കെയാണ്? സ്ഥായി ഭാവം, വ്യഭിചാരി ഭാവം, അനുഭാവം. അപ്പൊ നമ്മൾ ഇത് 3 എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ വന്ന ഓർഡർ ഞാനൊന്ന് പറയാം. ചിലർക്കെങ്കിലും നമ്മളിങ്ങനെ എല്ലാം പറഞ്ഞു പോകുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം എന്താണ് രസം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? എന്തായിരുന്നു രസം? നമ്മൾ പറഞ്ഞത് ആനന്ദ പര്യവസായിയായിട്ടുള്ള ആസ്വാദ്യതയാണ് രസം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ? ആനന്ദ പര്യവസായിയായിട്ടുള്ള ആസ്വാദ്യതയാണ് രസം എന്ന് നമുക്ക് പറയാം. എന്നിട്ട് നമ്മൾ എപ്രകാരമാണ് രസം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെ ഭാവങ്ങളാണ് രസം ജനിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ?
രസത്തെ ജനിപ്പിക്കുന്നത് എന്താണ്? രസത്തെ ജനിപ്പിക്കുന്നത് ഭാവങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇനി ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. ഭാവങ്ങള്, നാട്യശാസ്ത്രം ഭാവങ്ങളെ 3ആയിട്ട് വർഗീകരിച്ചിരിക്കുന്നു. എത്രയായിട്ട്? നാട്യശാസ്ത്രം ഭാവങ്ങളെ 3ആയിട്ട് വർഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയായിരുന്നു അത്? സ്ഥായി ഭാവം, വ്യഭിചാരി ഭാവം, അനുഭാവം. ഇപ്രകാരം 3ആയിട്ട് വർഗീകരിച്ചിരിക്കുന്നു. നമ്മൾ ഇനി ഈ വർഗീകരണത്തിന്റെ അടിസ്ഥാനം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ വർഗീകരണം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. അപ്പൊ അതിന് മുൻപ്, അല്ലെ അതിനിടയ്ക്ക് ഞാനൊരു ചെറിയ കാര്യം പറയാം. അതിന്റെ ഇടയിൽ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ശ്ലോകം കാണാം. വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗാദ്രസ നിഷ്പത്തി. അല്ലെ, ഈ ശ്ലോകം വിദ്യാർത്ഥികൾ ഓർത്തിരിക്കാൻ പിന്നീട് നമുക്ക് ഉപകാരപ്പെടും. അപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ശ്ലോകം നമുക്ക് പിന്നീട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് എന്തുണ്ട്, ഇത് ആവശ്യമുണ്ട്. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം പ്രത്യേകം. എന്താണ്? വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗാദ്രസ നിഷ്പത്തി എന്നാണ് പറയുന്നത്. നിഷ്പത്തി എന്നാണ് പറയുന്നത്. ഇത് നാട്യശാസ്ത്രത്തിലെ ഒരു ശ്ലോകമാണ്. അപ്പൊ ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവസാനത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ എന്താണ് വ്യഭിചാരി ഭാവം എന്നൊക്കെ നമുക്ക് പറഞ്ഞതിന് ശേഷം, എന്താണ് അനുഭാവം, എന്താണ് വ്യഭിചാരി ഭാവം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അപ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കിതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുക. അപ്പം അതെന്ത് ചെയ്യുക, വിദ്യാർത്ഥികളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്കിനി നേരത്തെ പറഞ്ഞ സ്ഥായി ഭാവമുണ്ട്, വ്യഭിചാരി ഭാവമുണ്ട്, അനുഭാവമുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവയെ 3നെയും കുറിച്ച് നമുക്ക് നോക്കണം. നമുക്ക് അതിലേക്ക് പോവാം. സ്ഥായി ഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നാട്യശാസ്ത്രത്തിൽ ഭരതമുനി ഭാവങ്ങളെ 3ആയിട്ട് വർഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ഥായി ഭാവം എന്ന് പറയുന്നത്. സ്ഥായി ഭാവം ഉണ്ടായിരുന്നു, അനുഭാവം ഉണ്ടായിരുന്നു, വ്യഭിചാരി ഭാവം ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം ഏതാണ്? സ്ഥായി ഭാവം എന്നാണ്. അപ്പൊ സ്ഥായി ഭാവം നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്ഥായി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരമായത് എന്നാണ് അർത്ഥം. എന്താണ്? സ്ഥിരമായത്. അത് പലപ്പോഴും ഞാനൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്ഥായി ഭാവം. പലപ്പോഴും നമ്മൾ ഒരാളുടെ അത് അവന്റെ സ്ഥായി ഭാവമാണ്, അതവന്റെ സ്ഥിരമായിട്ടുള്ള എന്താ പറയാ മുഖഭാവമാണ് എന്നുള്ള അർത്ഥത്തിൽ ഞാനൊക്കെ ഉപയോഗിക്കാറുണ്ട് നിരന്തരമായിട്ട് സ്ഥായി ഭാവം എന്നുള്ള വാക്ക്. വിദ്യാർത്ഥികളുടെ കാര്യം എനിക്കല്ല, എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ പൊതുവെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള, മീൻസ് അത്ര സുലഭമല്ലെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും സ്ഥായി ഭാവം എന്നുള്ളത്. ആ വാക്ക് നമുക്ക് അത്ര അപരിചിതമായിരിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇവിടെ നോക്കൂ, രസസൂത്രത്തിൽ ഭരതമുനി എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് സ്ഥായി ഭാവത്തെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഭരതമുനി നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, സ്ഥായി ഭാവത്തെ കുറിച്ച് രസസൂത്രത്തിനകത്ത് പരാമർശിക്കുന്നില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. എന്നാൽ അതേസമയം ഇതേ സ്ഥായി ഭാവമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, രസമായിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്താണ്? രസസൂത്രത്തിലെ ഭരതമുനി സ്ഥായി ഭാവത്തെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അതേസമയം ഇതേ സ്ഥായി ഭാവമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, പിന്നീട് രസമായിട്ട് മാറുന്നത്. അപ്പൊ സ്ഥായി ഭാവം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരമായിട്ടുള്ള ഭാവം. അതാണ് സ്ഥായി ഭാവം എന്നുള്ള വാക്കിന്റെ അർത്ഥം, സ്ഥിരമായിട്ടുള്ള ഭാവം. ഞാൻ നിർവചനം ഒന്ന് കോട്ട് ചെയ്തിട്ട് പറയാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഞാൻ ഇത് പേര് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം സ്ഥിരമായിട്ടുള്ള ഭാവം, മാറ്റമില്ലാത്ത ഭാവം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്ഥായി ഭാവം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പം എന്താണ് ഇവിടെ ഭരതമുനി സ്ഥായി ഭാവത്തെ കുറിച്ച് പരാമർശിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ അതാണ് പിന്നീട് രസമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ കാണുന്നു. സ്ഥായി ഭാവം എന്ത് ചെയ്യുന്നു? ഭാവങ്ങളെ സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥായി ഭാവം ഭാവങ്ങളെ സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത്. ഭരതമുനി എന്തു പറയുന്നു, എന്താ പറയാ, അദ്ദേഹത്തിന്റെ നാട്യശാസ്ത്രത്തിനകത്ത്, ഇവിടെയാണ് നാട്യശാസ്ത്രത്തിനകത്ത് കേട്ടോ, ഇവിടെയല്ല. ഞാൻ നേരത്തെ ഭരതമുനി പരാമർശിച്ചിട്ടില്ല, സ്ഥായി ഭാവത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു, അല്ലെ? അപ്പം പരാമർശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. രസസൂത്രത്തിൽ ഭരതമുനി സ്ഥായി ഭാവത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ എന്തല്ല, ഭരതമുനി സ്ഥായി ഭാവത്തെ കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല എന്നതിന് അർത്ഥമില്ല. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായോ? അതായത് രസസൂത്രത്തിൽ ഭരതമുനി ഇതിനെ കുറിച്ച് പറയുന്നില്ല, സ്ഥായി ഭാവത്തെ കുറിച്ച് പറയുന്നില്ല. അതിനർത്ഥം ഭരതമുനി സ്ഥായി ഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതല്ല.
അത് നോക്കുക. കാരണം ചിലർക്കെങ്കിലും ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് ഭരതമുനി 8 സ്ഥായി ഭാവത്തെ വർഗീകരിച്ചു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. അയ്യോ, ഇദ്ദേഹം നേരത്തെ മുമ്പിൽ അങ്ങോട്ട് പറഞ്ഞുവല്ലോ ഇയാള് എന്ത് ഭരതമുനി സ്ഥായി ഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ പെട്ടെന്ന് എങ്ങനെയാ ഇങ്ങനെ വരുന്നത് എന്ന് സംശയം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് രസസൂത്രത്തിൽ എന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രസസൂത്രത്തിൽ ഭരതമുനി സ്ഥായി ഭാവത്തെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ. അതേസമയം ഭരതമുനി സ്ഥായി ഭാവങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം 8 സ്ഥായി ഭാവങ്ങളെയാണ് അദ്ദേഹം അംഗീകരിച്ച് കാണുന്നത്. 8 എണ്ണം ഉള്ളൂ കേട്ടോ. ഏതൊക്കെയാണ് 8 എണ്ണം നോക്കുക? രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം. ഏതൊക്കെയാണ്? രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം. ഇപ്രകാരം 8 സ്ഥായി ഭാവങ്ങളെയാണ് ഭരതമുനി അംഗീകരിക്കുന്നത്. ഇങ്ങനെ ഇവയുടെ സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ മനസ്സിന്റെ വിവിധ ഭാഗങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചു. 8 സ്ഥായി ഭാവങ്ങളെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ നോക്കുക, ഈ സ്ഥായി ഭാവങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്ഥായി ഭാവമാണ് എന്തിന്റെ അടിസ്ഥാനം? രസമായിട്ട് ചമയുന്നത് എന്ന് പറഞ്ഞു അല്ലെ? സ്ഥായി ഭാവമാണ് രസമായിട്ട് ചമയുന്നത് പറഞ്ഞു. അപ്പം ഓരോ സ്ഥായി ഭാവവും എന്ത് ചെയ്യുന്നു? പിന്നീട് ഓരോ രസമായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെയും സംശയം വരുന്നു, അല്ല രസങ്ങൾ അതിന് 9 രസങ്ങൾ എന്നല്ലേ പറയുന്നത്? 9 രസങ്ങളല്ലേ? ഇതാകെ 8 എണ്ണമല്ലോ. അതിൽ നോക്കി, രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം. 8 എണ്ണമല്ലേ? രസങ്ങളാണെങ്കിൽ 9 ഉണ്ട് തന്നെ. അപ്പൊ ഏതോ ഒരു സംഗതി അവിടെ മിസ്സിംഗ് അല്ലേ? മിസ്സിംഗ് ആയിട്ടല്ല, രസങ്ങളിൽ നമ്മൾ പറയുന്ന രസങ്ങളിൽ ഒരു രസം ഭരതമുനി എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ നോക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയെല്ലാമാണ് ഭരതമുനി പറഞ്ഞ ഈ പറയുന്ന സ്ഥായി ഭാവങ്ങളിൽ നിന്നുണ്ടാവുന്ന രസങ്ങൾ, ഏതാണ് ഇതിൽ പെടാത്ത രസം എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അല്ലെ? നോക്കാം ഏതൊക്കെയാണ്. ഓരോ രസത്തിന്റെയും സ്ഥായി ഭാവങ്ങളെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയുന്നത്. സ്ഥായി ഭാവം, രസം. നോക്കുക, രതി. രതി എന്ന് പറയുന്ന സ്ഥായി ഭാവത്തിൽ നിന്ന് ജനിക്കുന്ന രസം ഏതാണ്? ശൃംഗാരമാണ്. രതി എന്ന് പറയുന്ന സ്ഥായി ഭാവത്തിൽ നിന്ന് ശൃംഗാരം എന്ന് പറയുന്ന രസം ജനിക്കുന്നു. ഹാസം എന്ന സ്ഥായി ഭാവത്തിൽ നിന്നോ ഹാസ്യം എന്ന രസമാണ് ജനിക്കുന്നത്. ഇതാണ് ഹാസത്തിൽ നിന്ന് ഹാസ്യം എന്ന രസം ജനിക്കുന്നു. ശോകം എന്ന സ്ഥായി ഭാവത്തിൽ നിന്ന് കരുണം എന്ന രസം ജനിക്കുന്നു. ക്രോധത്തിൽ നിന്നോ രൗദ്രം എന്ന് പറയുന്ന രസമാണ് ജനിക്കുന്നത്. ഉത്സാഹത്തിൽ നിന്നാണ് വീരം എന്ന് പറയുന്ന രസം ജനിക്കുന്നത്. ഭയത്തിൽ നിന്ന് ഭയാനകം എന്ന് പറയുന്ന രസം ജനിക്കുന്നു. ജുഗുപ്സക്കകത്തു നിന്നാണ് ഭീഭത്സം എന്ന് പറയുന്ന രസം ജനിക്കുന്നത്. വിസ്മയത്തിൽ നിന്ന്, വിസ്മയം എന്ന് പറയുന്ന സ്ഥായി ഭാവത്തിൽ നിന്നാണ് അദ്ഭുതം എന്ന് പറയുന്ന രസം ജനിക്കുന്നത്. അപ്പൊ നോക്കി, ഇവിടെ പിന്നെ 9 തന്നെ കാണുന്നുണ്ട്. ശടാ, എന്ത് കഷ്ടമായത്. വിദ്യാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ ഈ പറയുന്ന ശമം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥായി ഭാവങ്ങളുടെ കൂട്ടത്തിൽ വരുന്നില്ല. ശമം എന്ന് പറയുന്നത് സ്ഥായി ഭാവങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 8 എന്ന് പറഞ്ഞത്. അതേസമയം പിന്നീട് പിൻകാലത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള രസമാണ് ശാന്തം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്ഥായി ഭാവങ്ങളുടെ കൂട്ടത്തിൽ വരുന്നില്ല എന്ന് പറയുമ്പം ശാന്തം എന്ന് പറഞ്ഞാൽ ശമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശമം എന്ന് പറഞ്ഞാൽ യാതൊരു ഭാവവും ഇല്ലാത്ത അവസ്ഥയാണ്. യാതൊരു ഭാവവും ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് സ്ഥായി ഭാവങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുക? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലേ. നമുക്കതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോഴല്ല, നമുക്കതിനെക്കുറിച്ച് പറയാനുണ്ട്. എപ്രകാരമാണ് ഈ പറയുന്ന ശാന്തം എന്ന് പറയുന്ന രസം എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത്, അല്ലെങ്കിൽ ശാന്തം എന്ന് പറയുന്ന രസത്തെക്കുറിച്ച് എന്ത് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് പിന്നത്തേക്ക് വെക്കണം. നമുക്ക് ഇപ്പൊ തന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, പറഞ്ഞ് അവസാനിപ്പിക്കാമല്ലോ. അപ്പം ഇവിടെ ശാന്തം എന്ന രസത്തെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആലങ്കാരികന്മാര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ശമം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
ശമം എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യേകിച്ച് ഭാവ വ്യത്യാസമൊന്നും ഇല്ലാത്തത് എന്നുള്ള അർത്ഥമാണ് എന്ത് ചെയ്യുന്നത് ശമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വികാരരഹിതമായ ഒരവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ശമം എന്ന് പറഞ്ഞാൽ എന്താണ്? വികാരരഹിതമായ ഒരു അവസ്ഥയാണ് എന്ത് ശമം. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാട്യകലയ്ക്ക് ഈ ശമം എന്ന് പറയുന്ന ഇത് എന്താണ്? നാട്യകലയ്ക്ക് ശമം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശാന്തം എന്ന് പറയുന്ന രസം അന്യമാണ് താൻ. കാരണം ഈ അഭിനയം നമ്മൾ നേരത്തെ പറഞ്ഞു ഭാവങ്ങൾ വേണമല്ലേ, നടന്മാരുടെ മുഖത്ത് ഭാവങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വികാരരഹിതമായ ഒരു അവസ്ഥ നമ്മൾ എങ്ങനെയാണ് അഭിനയിച്ച് ഫലിപ്പിക്കുക? വിദ്യാർത്ഥികളൊന്ന് ആലോചിക്കുക. വികാരരഹിത ശമം എന്ന് പറഞ്ഞു നമ്മൾ സ്ഥായി ഭാവമാണ് എന്ന ഗണത്തിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം. പക്ഷെ അതെന്തല്ല, സ്ഥായി ഭാവങ്ങളുടെ കൂട്ടത്തിൽ ഭരതമുനിയൊന്നും അംഗീകരിക്കുന്ന ഒന്നല്ല. എന്നാലും നോക്കുക, വികാരരഹിതമായ ഒരവസ്ഥ നമ്മൾ എങ്ങനെയാണ് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ അപ്പോഴ് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടി കഴിയില്ല, എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെയും ഈ ശാന്തം എന്ന് പറയുന്ന രസം പ്രേക്ഷകർക്ക് പക്ഷേ ആസ്വാദ്യകരമാണ്. പ്രേക്ഷകർക്ക് അത് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ആ രസത്തെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരിക്കലും മാറ്റി നിർത്താൻ വേണ്ടി കഴിയുകയുമില്ല. വികാരരഹിതമായ ഒരു അവസ്ഥ നമുക്ക്, അല്ലെങ്കിൽ വികാരരഹിതമായ ഒരു ഭാവവും ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് ഒരിക്കലും അഭിനയിച്ച് ഫലിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അതേ സമയത്ത് ആസ്വാദകൻ അതെന്താണ്, അത് ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് അവിടെ അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു എന്താ പറയുക, വളരെ ഏരിയയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വിവിധങ്ങളായ ആലങ്കാരികന്മാര് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ഥായി ഭാവങ്ങളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്ഥായി ഭാവങ്ങൾ 8 എണ്ണം ഉണ്ട്. ഭരതമുനി അംഗീകരിച്ച സ്ഥായി ഭാവങ്ങൾ എത്ര എണ്ണമാണ്? 8 എണ്ണം ഉണ്ട്. ഏതൊക്കെയായിരുന്നു? രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം. ഇപ്രകാരം 8 സ്ഥായി ഭാവങ്ങളെ ഭരതമുനി അംഗീകരിക്കുന്നുണ്ട്. ഈ സ്ഥായി ഭാവങ്ങളിൽ എന്ത് ചെയ്യുന്നു? ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ഭീഭത്സം, അദ്ഭുതം. ഇപ്രകാരമുള്ള 8 രസങ്ങളും ഉണ്ടാകുന്നു നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു അല്ലെ. ഇതാണ് നമുക്ക് സ്ഥായി ഭാവങ്ങളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഏതൊക്കെയായിരുന്നു ഭാവങ്ങളെ? 3ആയിട്ട് ഭരതമുനി വർഗീകരിച്ചതിൽ ഒരെണ്ണം സ്ഥായി ഭാവം. അടുത്തത് എന്തായിരുന്നു? വ്യഭിചാരി ഭാവം. വ്യഭിചാരി ഭാവം. ഈ വ്യഭിചാരി ഭാവത്തിന്റെ അർത്ഥം വന്നു പോകുന്നത് എന്നുള്ള അർത്ഥമാണ്. എന്താണ്? വന്നു പോകുന്നത് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. വ്യഭിചാരി ഭാവത്തെ എന്ത് പറയുന്നു? വന്നു പോകുന്നത് എന്ന് പറയും. സ്ഥായി ഭാവം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവമാണെന്ത്? വ്യഭിചാരി ഭാവം. അതായത് സഞ്ചരിക്കുന്നത് എന്നർത്ഥം. ഇത് വളരെ ക്ഷണികമായിട്ടുള്ള ഭാവങ്ങളാണ്. മറ്റേത് നമ്മൾ പറഞ്ഞു എന്താണ്? സ്ഥായി ഭാവങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? സ്ഥിരമായിട്ടുള്ള അല്ലെ, മാറ്റമില്ലാത്ത സ്ഥിരമായിട്ടുള്ള ഭാവങ്ങളെയാണ് നമ്മൾ സ്ഥായി ഭാവങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ്? ഇവ വന്നു പോകുന്ന മാറ്റങ്ങളാണ്, ക്ഷണികമാണ്. മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, സ്ഥായി ഭാവങ്ങൾ അത് പെർമനന്റ് ആണെങ്കിൽ ഇതെന്താണ്? ഇത് ക്ഷണികമാണ്, ടെമ്പററി ആണ്, വന്നു പോകുന്നത് എന്നുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നു? നമ്മൾ ഇതിനെ സഞ്ചാരി ഭാവം എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. എന്താണ്? സഞ്ചാരി ഭാവം എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇവ എന്താണ്? ക്ഷണികമാണ്, വന്ന് പോകുന്ന ഭാവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവ എന്ത് വിളിക്കുന്നു? നമ്മളിവയെ സഞ്ചാരി ഭാവങ്ങൾ എന്ന് വിളിക്കുന്നു. 3 തരം ഭാവങ്ങളെ 3ആയിട്ട് ഭരതമുനി വർഗീകരിച്ചു എന്ന് പറഞ്ഞു. സ്ഥായി ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സ്ഥായി ഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ഥായി ഭാവങ്ങൾ സ്ഥിരമായിട്ടുള്ള ഭാവങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ. അവയെ 8 സ്ഥായി ഭാവങ്ങളെ ഭരതമുനി അംഗീകരിച്ചു എന്ന് പറഞ്ഞു. രസം ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് സ്ഥായി ഭാവമാണ് എന്ന് നമ്മൾ പറഞ്ഞു. 8 സ്ഥായി ഭാവങ്ങളിൽ നിന്ന് 8 രസങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സ്ഥായി ഭാവങ്ങളെ കുറിച്ചൊരു ഐഡിയ. അതിനുശേഷം നമ്മൾ കടന്നത് വ്യഭിചാരി ഭാവത്തിലേക്കാണ് അല്ലെ. എന്താണ്? വ്യഭിചാരി ഭാവത്തിലേക്കാണ് അതിനുശേഷം നമ്മൾ കടന്നത്. വ്യഭിചാരി ഭാവം എന്താണ്? അത് വളരെ പെട്ടെന്ന് മിന്നിമായുന്ന അല്ലെങ്കിൽ ക്ഷണികമായിട്ടുള്ള ഭാവങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വ്യഭിചാരി ഭാവങ്ങൾ എന്ന് വിളിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വ്യഭിചാരി ഭാവങ്ങളാണ് പലപ്പോഴും സ്ഥായി ഭാവങ്ങളെ പരിപോഷിപ്പിക്കുന്നത്.
എന്താണ്? സ്ഥായി ഭാവങ്ങളെ പരിപോഷിപ്പിക്കുന്ന ആരാണ്? വ്യഭിചാരി ഭാവങ്ങളാണ്. വ്യഭിചാരി ഭാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് സ്ഥായി ഭാവങ്ങൾ എവിടെ എത്തുന്നത്? രസപദവിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പൊ എന്താണ് വ്യഭിചാരി ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ? ക്ഷണികമായിട്ടുള്ള ഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവയെ എന്തും വിളിക്കും? നമ്മളിവയെ സഞ്ചാരി ഭാവങ്ങളെന്നും നമ്മളിവയെ വിളിക്കാറുണ്ട്. സ്ഥായി ഭാവങ്ങളെ പോഷിപ്പിക്കുന്ന വികാരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വ്യഭിചാരി ഭാവങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് പറയാം. സ്ഥായി ഭാവങ്ങളെ എന്ത് ചെയ്യുന്നു? പരിപോഷിപ്പിക്കുന്നു. സ്ഥായി ഭാവങ്ങളെ രസപദവിയിൽ എത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നത് ആരാണ്? വ്യഭിചാരി ഭാവങ്ങളാണ് എന്നാണ് പറയുന്നത്. വ്യഭിചാരി ഭാവങ്ങള് 33 എണ്ണം ഉണ്ട്. 33 എണ്ണം. നമ്മള് ചിലതൊക്കെ നിർവേദം, ക്ലാനി, ശങ്ക, ധൈന്യം, അസൂയ, മതം, ശ്രമം, ആലസ്യം, ചിന്ത, മോഹം, സ്മൃതി, ധൃതി, വ്രീഢ, ചപലത, ഹർഷം പ്രകാരം 33 വ്യഭിചാരി ഭാവങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, സ്ഥിരമായിട്ട് നിൽക്കുന്നവയല്ല. വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും അതിനനുസരിച്ച് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പൊലിഞ്ഞു പോവുകയും ചെയ്യുന്ന ഭാവങ്ങളാണ് എന്ത്? വ്യഭിചാരി ഭാവങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി വിദ്യാർത്ഥികളെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സ്ഥായി ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. സ്ഥിരമായി നിലനിൽക്കുന്ന ഭാവങ്ങൾ, അല്ലെ, സ്ഥിരമായിട്ട് നിൽക്കുന്ന ഭാവങ്ങൾ, അവയാണ് രസം എന്ന് പറയുന്ന അനുഭൂതി ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. രസം ഉണ്ടാക്കുന്നത് ആരാണ്? സ്ഥായി ഭാവങ്ങളാണ് പിന്നീട് രസമായിട്ട് മാറുന്നത് നമ്മൾ പറഞ്ഞു. വ്യഭിചാരി ഭാവങ്ങൾക്ക് എന്തുണ്ട്? രസം ഉണ്ടാകുന്നതിൽ വ്യഭിചാരി ഭാവങ്ങൾക്കും പങ്കുണ്ട്, അല്ലെ. വ്യഭിചാരി ഭാവങ്ങളാണ് എന്ത് ചെയ്യുന്നത്? സ്ഥായി ഭാവങ്ങളെ പോഷിപ്പിക്കുകയും രസപദവിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന വ്യഭിചാരി ഭാവങ്ങളാണ്. അവ എത്ര എണ്ണമുണ്ട്? 33 വ്യഭിചാരി ഭാവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് വിഭാവങ്ങളാണ്. എന്താണ്? നമ്മൾ വ്യഭിചാരി ഭാവത്തെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് അനുഭാവത്തെ കുറിച്ചാണ്. എവിടേക്കാണ്? അനുഭാവത്തിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്. സാത്വിക ഭാവങ്ങൾ, അല്ല, അതെന്താ? നമ്മൾ ഇത്ര നേരം നമ്മൾ അനുഭാവം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സാത്വിക ഭാവങ്ങൾ എന്ന് പറഞ്ഞത്? വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അനുഭാവങ്ങൾ എന്നും ഇതിന് പേരുണ്ട്, അല്ലെ. അപ്പൊ അത് മറന്നു പോരുത് കേട്ടോ. അനുഭാവങ്ങൾ എന്നും ഇതിന് പേരുണ്ട്. അപ്പൊ അനുഭാവങ്ങളും സാത്വിക ഭാവങ്ങളും എന്താണ്? ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് അനുഭാവങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് അനുഭാവങ്ങൾ? അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിന്റെ ചലനങ്ങൾ പെട്ടെന്ന് മനസ്സിലുണർന്ന് പെട്ടെന്ന് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാവങ്ങളാണ് സാത്വിക ഭാവങ്ങൾ. മനസ്സിൽ ജനിച്ച് പെട്ടെന്ന് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാവങ്ങളാണ് സാത്വിക ഭാവങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് അനുഭാവങ്ങൾ എന്നും പേരുണ്ട് എന്ന് പറയുന്നു. അതൊന്നുകൂടി വ്യക്തമാവുന്നതിന് വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. ആകാശദൂത് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഒത്തിരി മുമ്പ് ഇറങ്ങിയത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. മാധവിയും മുരളിയും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ പാട്ടൊക്കെയുള്ള സിനിമയുണ്ടല്ലോ. ആ പടം ഞാൻ തിയേറ്ററിൽ നിന്നും കണ്ട സിനിമയല്ല, പക്ഷെ എന്നാലും ഞാനൊക്കെ ഒത്തിരി കുട്ടിയായിരിക്കുന്ന സമയത്ത് റിലീസായ സിനിമയാണ് കേട്ടോ. അപ്പൊ എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആ സിനിമയുടെ റിലീസിന്റെ സമയത്ത് തിയേറ്ററിൽ ഈ ചിത്രം കാണുന്നതിന് വേണ്ടി എത്തുന്ന ആളുകൾക്ക് അവരൊരു കർച്ചീഫ് കൂടി സൗജന്യമായിട്ട് കൊടുത്തിരുന്നു, ഒരു തുവാല കൂടി അവർ സൗജന്യമായിട്ട് കൊടുത്തിരുന്നു. എന്തിന്? പ്രേക്ഷകർക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് സങ്കടം വരുമ്പോൾ അവർക്ക് കണ്ണീരൊക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് അറിയാമായിരുന്നു എന്ത്? ആ സിനിമ കാണുന്നവർ ഉറപ്പായിട്ടും കരഞ്ഞിരിക്കും, അല്ലേ? നമുക്കും അത് എപ്പോഴും ആ സിനിമ കാണുമ്പോൾ സങ്കടമൊക്കെ വരും, അല്ലേ? കണ്ണൊക്കെ നിറയാറുണ്ട്. അപ്പൊ നോക്കൂ, നമ്മള് ആ സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറയുന്നതിന് കാരണം, നമ്മുടെ കണ്ണിലെ കണ്ണീര് വരുന്നതിന് കാരണം എന്താണ്? മാധവി എന്ന് പറയുന്ന ആക്ട്രസിന്റെ, മാധവി എന്ന് പറയുന്ന അഭിനേത്രിയുടെ അത്ര മനോഹരമായ അഭിനയമാണ്, അല്ലെ? അത് കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഒരു വികാരം ഉണ്ടാവുകയും ഈ വികാരം നമ്മുടെ ശരീരത്തിലൂടെ കണ്ണുനീരായിട്ട് പ്രകടമാവുകയും ചെയ്യുന്നു. നോക്കി, അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി, മനസ്സിലുണർന്ന് പെട്ടെന്ന് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാവമാണ് എന്ത്? സാത്വിക ഭാവം. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സാത്വിക ഭാവങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ഒരു ധാരണയല്ലേ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അനുഭാവങ്ങൾ എന്നും ഇവയ്ക്ക് പേരുണ്ട് എന്ന് പറയുന്നു. മനസ്സിൽ ഭാവബോധം ജനിപ്പിക്കുന്ന ശാരീരിക ചലനമാണ് അനുഭാവം എന്നാണ് പറയുന്നത്. മനസ്സിൽ ഭാവബോധം ജനിപ്പിക്കുന്ന ശാരീരികമായ
ചലനമാണ് അനുഭാവം. 8 എണ്ണം ഉണ്ട് സാത്വിക ഭാവങ്ങൾ അല്ലെങ്കിൽ അനുഭാവങ്ങൾ. 8 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? സ്വേദം, സ്തംഭം, രോമാഞ്ചം, സ്വരഭംഗം, വേപഥു, വൈവർണ്യം, അശ്രു, പ്രളയം. ഇപ്രകാരം 8 സാത്വിക ഭാവങ്ങളുണ്ട് അല്ലെ. രോമാഞ്ചമൊക്കെ എന്നാലോചിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരത്തിന്റെ ഒരു സിനിമ റിലീസ് ആവുകയാണ്. ആ സിനിമ റിലീസ് ആവുന്ന സമയത്ത് ഈ സാധാരണ തിയേറ്ററിലൊക്കെ ഉണ്ടല്ലോ പിള്ളേരെ ഈ ടിക്കറ്റ് ഒക്കെ വലിച്ചു പറിച്ച് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് അല്ലെ. ആ പരിപാടി ഉണ്ടല്ലോ. കേരളത്തിൽ കുറച്ച് കുറവാണ്, എന്നാലും ഫാൻ ഷോക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഇത്തരത്തില് ഇവരിങ്ങനെ ടിക്കറ്റൊക്കെ വലിച്ചു കുറച്ച് കളയുന്നു. നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട താരം അതാ സ്ക്രീനിൽ പുള്ളിക്കാരനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വില്ലന്മാരെയൊക്കെ 4 അടിയൊക്കെ അടിച്ച് തെറിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് രോമം ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നല്ലേ. നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു എന്താ പറയാ അത്തരത്തിലുള്ളൊരു വികാരം ഉണ്ടാവുകയും അതല്ല അത്തരത്തിലൊരു വികാരം ഉണ്ടാവുകയും നമ്മുടെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നു നിൽക്കുകയും ചെയ്യും. അല്ല, രോമാഞ്ചം ഉണ്ടാവില്ലേ. അപ്പൊ നോക്കി, ഇതൊക്കെ എന്താണ്? സാത്വിക ഭാവങ്ങൾക്ക് ഉദാഹരണമാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർക്കുക. അപ്പൊ നമ്മള് 3 തരം ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഭരതമുനി 3 എന്ത് ചെയ്തു? ഭാവങ്ങളെ 3 വർഗീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സ്ഥായി ഭാവങ്ങൾ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഭാവങ്ങൾ. രണ്ടാമത്തെ എന്തായിരുന്നു? വ്യഭിചാരി ഭാവങ്ങൾ അല്ലെ. അവ എന്താണ്? ക്ഷണികമാണ്, വന്നു പോകുന്നു, സഞ്ചാരി ഭാവങ്ങൾ എന്ന് വിളിക്കുന്ന സാധനങ്ങൾ. പക്ഷേ സ്ഥായി ഭാവങ്ങൾ, അവയെ പോഷിപ്പിക്കുന്നത് വ്യഭിചാരി ഭാവങ്ങളാണ്. സ്ഥായി ഭാവങ്ങളെ രസപദവിയിലേക്ക് ഉയരാൻ സഹായിക്കുന്നതും വ്യഭിചാരി ഭാവങ്ങളാണ് അല്ലെ. മൂന്നാമത്തെ എന്തായിരുന്നു? സാത്വിക ഭാവങ്ങൾ. എന്താണ്? മനുഷ്യ ശരീരത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട അല്ലെ, മനസ്സിൽ ജനിക്കുന്നത് പെട്ടെന്ന് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാവങ്ങളാണെന്ത്? സാത്വിക ഭാവങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലുണർന്ന് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഭാവങ്ങൾ എന്ത് ചെയ്യുന്നു എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഭാവങ്ങളെ നമുക്ക് ആവിഷ്കരിക്കണം. ഭാവങ്ങളെ ആവിഷ്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ? ഭാവങ്ങളെ നമ്മൾ മറ്റൊരാൾക്ക് എൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ മറ്റൊരാൾക്ക് കാണുകയും അത് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യണ്ടേ? കാണണമെങ്കിൽ എന്തെങ്കിലും ഈ സാധനം ഇവിടെ ഇങ്ങനെ തെളിഞ്ഞ് വരണ്ടേ ഇത് അല്ലെ? നമുക്കത് ആവിഷ്കരിക്കണ്ടേ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് വിഭാവം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, വിഭാവം എന്ന് പറയുന്നത് ഒരു ഭാവമല്ല. ആ പേര് കേൾക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാവും. വിഭാവം എന്തല്ല? ഭാവമല്ല, മറിച്ച് ഭാവാവിഷ്കരണത്തിനുള്ളൊരു മാധ്യമമാണെന്ത്? വിഭാവം. ഭാവാവിഷ്കരണത്തിനുള്ളൊരു മാധ്യമമാണെന്ത്? വിഭാവം എന്ന് നമുക്ക് പറയാം. ആസ്വാദകനിൽ വികാരം ജനിപ്പിക്കാൻ കരമാകുന്നത് എന്തോ അതിന് നമുക്ക് വിഭാവം എന്ന് വിളിക്കാം. ആസ്വാദകനിൽ വിഭാവം ജനിപ്പിക്കാൻ കരമാകുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? വിഭാവം എന്ന് നമുക്ക് വിളിക്കാം. പൊതുവെ നമ്മുടെ വിഭാവങ്ങൾ 2 തരമുണ്ട് എന്നാണ് പറയുക. ഒന്ന് ആലംബന വിഭാവം, മറ്റൊന്ന് ഉദ്ദീപന വിഭാവം. എന്താണ് ആലംബന വിഭാവം? ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അവലംബിച്ചുണ്ടാകുന്ന ഭാവമാണ് ആലംബന വിഭാവം. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അവലംബിച്ചുണ്ടാകുന്ന ഭാവത്തെ നമുക്ക് എന്ത് വിളിക്കാം? ആലംബന വിഭാവം എന്ന് വിളിക്കാം. രണ്ടാമത്തെ എന്താണ്? ഉദ്ദീപന വിഭാവമാണ് അല്ലെ. ആസ്വാദകനിൽ ഉണ്ടായതായി കണക്കാക്കുന്ന വികാരത്തിന് തീവ്രത വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഉദ്ദീപന വിഭാവങ്ങൾ എന്ന് വിളിക്കാം. ആസ്വാദകനിൽ ഉണ്ടായതായി കണക്കാക്കുന്ന വികാരത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു സിനിമ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ തന്നെ ആവട്ടെ, നമ്മൾ കണ്ടിങ്ങനെ ഒരു ലെവലില് ഇങ്ങനെ എന്താ പറയാ വളരെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ പോലെ നമ്മുടെ വികാരത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. അല്ല, അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പാട്ടൊക്കെ കടന്നു വരുന്നത്. അല്ലെങ്കിൽ ചില രംഗങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അതുവരെ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മുടെ ഉള്ളങ്ങ് പൊട്ടിപ്പോകും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ആസ്വാദകന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്. ഇതിന്റെ തീവ്രത പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? ഉദ്ദീപന വിഭാവം വിളിക്കാം. അല്ല, ഉദ്ദീപനം ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ഉത്തേജിപ്പിക്കുക എന്നുള്ള അർത്ഥം. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉദ്ദീപനം എന്നുള്ള വാക്ക് നമ്മളിങ്ങനെ കേട്ട് ഒരുപാട് പരിചയമുള്ള വാക്കാണ് ഉദ്ദീപനം. ചെറിയ ക്ലാസ്സിൽ ബയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ വാക്ക് കേട്ടോ. അത് അവിടെ അർത്ഥമാക്കുന്നത് എന്തോ ആവട്ടെ, നമ്മൾ അതിലേക്ക് നമ്മൾ കടകണ്ട. അപ്പൊ ഞാൻ ആ വാക്കൊന്ന് പെട്ടെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് സംയോഗം, നിഷ്പത്തി. എന്താണ് സംയോഗം, എന്താണ് നിഷ്പത്തി? അപ്പൊ നോക്കുക, ഈ 2 വാക്കുകളാണ്, ഇവരാണ് പ്രശ്നക്കാർ, ഇവരാണ് കുഴപ്പക്കാർ.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രസസൂത്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ, രസസൂത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഭരതമുനിയുടെ രസസൂത്രത്തെ കുറിച്ച് പറഞ്ഞു. ഈ രസസൂത്രത്തിന് നിരവധിയായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യാഖ്യാനങ്ങൾ, ഇത്രയധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നതിന് മൂല കാരണമായി തീർന്ന രണ്ട് പുള്ളികളാണ് ഇവന്മാർ. ഒരുവിധ ആലങ്കാരികന്മാരൊക്കെ ഈ സംയോഗമെന്നും നിഷ്പത്തി എന്നും പറയുന്ന വാക്കിന്റെ അർത്ഥത്തിന്റെ മുകളിലാണ് ഇവരൊക്കെ തട്ടിത്തടവി വീണത്. അവിടെയാണ് ഈ ആലങ്കാരികന്മാർക്കൊക്കെ വിരുദ്ധാഭിപ്രായം ഒരു പരിധി വരെ ഉണ്ടായിരുന്നു നമുക്ക് കാണും. അപ്പൊ ഇവിടെ നിന്നാണ് ഈ പറയുന്ന രസസൂത്ര വ്യാഖ്യാനങ്ങൾ, ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്കിനി നോക്കാനുണ്ട്. ആ വ്യാഖ്യാനങ്ങളുടെയൊക്കെ പിറകു വരുന്നത് ഇവിടെ നിന്നാണ്. സംയോഗം, അപ്പൊ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്, ഞാനിവിടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആ വാക്കിന്റെ പൊതുവെയുള്ള അർത്ഥം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന അർത്ഥം ഉണ്ടല്ലോ. നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞൊരു ശ്ലോകം ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി എന്ന് പറയുന്ന ശ്ലോകം ഉണ്ടായിരുന്നു. അപ്പൊ ആ ശ്ലോകത്തിന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ ശ്ലോകത്തിന്റെ അർത്ഥം കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടർത്ഥങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആചാര്യന്മാർക്ക് ഇവയുടെ അർത്ഥത്തിന്റെ മേളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. അതിന്റെ മേലിലാണ് ഈ പറയുന്ന രാസസൂത്രമല്ല, ഞാൻ പെട്ടെന്ന് കെമിസ്ട്രിയിലേക്ക് പോയി, ബയോളജിയും കെമിസ്ട്രിയും എല്ലാം കൂടി പാഞ്ഞു പിടിച്ചിരുന്നു. രാസവാക്യം, രാസസൂത്രം എന്നൊക്കെ പറയും. രസസൂത്രം അല്ലെ, രസസൂത്രത്തിന്റെ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ വന്നത് അങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾ ഓർക്കുക. അപ്പൊ നോക്കൂ, സംയോഗം എന്ന വാക്കിന് കൂടിച്ചേരൽ, ചേർച്ച എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ പെട്ടെന്ന് നമുക്ക് പിടികിട്ടാൻ വേണ്ടി മനസ്സിലാക്കേണ്ട അർത്ഥമാണ് കേട്ടോ. നിഷ്പത്തി എന്ന വാക്കിന് ജനിക്കുന്നത്, ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് അർത്ഥം കൽപ്പിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിഷ്പത്തി എന്ന പദത്തിന് വിവിധ സങ്കല്പനങ്ങളുണ്ട്, സംയോഗത്തിനുമുണ്ട്. നിഷ്പത്തിക്ക് മാത്രമല്ല, സംയോഗത്തിനും നിഷ്പത്തിക്കൊക്കെ വിവിധ ആലങ്കാരികന്മാര് വിവിധ തരത്തിലാണ് അവയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അവയ്ക്ക് വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ശ്ലോകം ഉണ്ടല്ലോ, മുമ്പ് ഒരു വട്ടം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളോട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ചെയ്തതിൽ ചെറിയൊരു പെശകുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്ലോകം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ആ ശ്ലോകം നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി. എന്താണ്? വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി. എന്താണ്? രസനിഷ്പത്തിയാണ് അല്ലെ. ഞാൻ ഇവിടെ മുൻപ് കാണിച്ചതിനകത്ത് ചെറിയൊരു പെശകുണ്ടെന്ന് എനിക്ക് തോന്നി. ഇതാ കണ്ടോ, സംയോഗ എന്താണ്? സംയോഗ രസനിഷ്പത്തിയാണ് കേട്ടോ. അപ്പൊ നോക്കൂ, നമുക്ക് ഈ വാക്കുകൾ ഇപ്പം ഏറെക്കുറെ നമുക്കൊരു വിധമൊക്കെ നമുക്ക് പിടികിട്ടുമല്ലോ. വിഭാവം തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞ സാധനമാണ്. അനുഭാവം എന്താണെന്നറിയാലോ, നമ്മുടെ സാത്വിക ഭാവങ്ങളെ. വ്യഭിചാരി ഭാവം അറിയാം. സംയോഗം ഇപ്പൊ നമ്മൾ പറഞ്ഞു. രസം ഏറ്റവും ആദ്യം നമ്മുടെ ഈ യൂണിറ്റിന്റെ പേരിനതാണ്. നിഷ്പത്തി അതും നമ്മൾ പറഞ്ഞു അല്ലെ. വിഭാവം, അനുഭാവം, വ്യഭിചാരി, സംയോഗം, രസ നിഷ്പത്തി അല്ലെ. ഇതാണ് സംഗതി. വിഭാവാനുഭാവ സംയോഗ, വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗ രസ നിഷ്പത്തി അല്ലെ. വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗ രസ നിഷ്പത്തി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം നോക്കി? എന്താണ്? വിഭാവം, അനുഭാവം, വ്യഭിചാരി ഭാവം എന്നിവയുടെ കൂടിച്ചേരൽ, കണ്ടോ, സംയോഗം എന്നിവയുടെ കൂടിച്ചേരൽ കൊണ്ട് രസം ഉണ്ടാകുന്നു. വിഭാവം, അനുഭാവം, വ്യഭിചാരി ഭാവം എന്നിവയുടെ കൂടിച്ചേരൽ കൊണ്ട് രസം ഉണ്ടാകുന്നു. ഇതാണ് പറയുന്നത്. അപ്പൊ രസം എങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതാണ്. ആദ്യത്തെ ചോദ്യം അല്ലെ, എന്താണ് രസം? രസം എങ്ങനെ ഉണ്ടാകും? നമ്മൾ പറഞ്ഞു ഭാവങ്ങളാണ് രസങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അവിടെ നിന്ന് നമ്മൾ വന്ന് സ്ഥായി ഭാവം എന്താണ്, വ്യഭിചാരി ഭാവം എന്താണ്, അനുഭാവം എന്താണ്, വിഭാവം എന്താണ്, സംയോഗം എന്താണ്, നിഷ്പത്തി എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? രസം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ജഗതിയുടെ ആ ഉദയനാണ് താരതല ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കിട്ടി. എന്താണ്? വിഭാവം, അനുഭാവം, വ്യഭിചാരി ഭാവം എന്നിവയുടെ കൂടിച്ചേരൽ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? രസം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ നമ്മളിനി നോക്കേണ്ടത് വിവിധ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ സംയോഗം, നിഷ്പത്തി
എന്നീ വാക്കുകളുടെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞു ഒരുപാട് ആലങ്കാരികന്മാരും തരുന്നുണ്ട്, അതിന്റെ മുകളിലാണ് തട്ടിത്തട വീണത്. ഇവർക്കൊക്കെ വിഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത് ഈ പറയുന്ന സംയോഗം, ഉൽപ്പത്തി എന്നീ പറയുന്ന വാക്കുകളുടെ മുകളിലാണ്, അവയുടെ അർത്ഥത്തിന്റെ മുകളിലാണ്. അപ്പൊ അതിൽ നമ്മൾ ഓരോരുത്തരുടെ ആയിട്ട് ഒരു 3-4 ആലങ്കാരികന്മാരുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുടെ രസസൂത്ര വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നമുക്കത് നോക്കാം. അതിൽ ഏറ്റവും നമ്മൾ പറയുന്നത് ഭട്ടലുള്ളടന്റെ ഉൽപ്പത്തിവാദം, അല്ലെ? ഉൽപ്പത്തിവാദം, ആ പേര് തന്നെ, സംഗതി വളരെ എളുപ്പമാണ് കേട്ടോ, ആ പേര് തന്നെ കൊടുക്കുന്നുണ്ട്, ഉൽപ്പത്തിവാദം, ഉൽപ്പത്തി. അപ്പൊ ഇദ്ദേഹം പറയുന്നു എന്താണ്, ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്പത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അല്ലെ? ഈ നിഷ്പത്തി എന്ന് പറയുന്ന സാധനത്തെയും സംയോഗം എന്ന് പറയുന്ന ഭാഗത്തെയാണ് പുള്ളിക്കാരൻ എന്തിട്ടുള്ളത്, ഇവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ മുകളിലാണ് ഇവരൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ലൊള്ളടന്റെ അഭിപ്രായത്തില് ലൊള്ളടൻ എന്ത് ചെയ്യുന്നു, നിഷ്പത്തിക്ക് ഉൽപ്പത്തി എന്ന അർത്ഥമാണ് പുള്ളിക്കാരൻ കണക്കാക്കുന്നത്. ഇതാണ് നിഷ്പത്തി സമം ഉൽപ്പത്തി. ആർക്ക്? ലൊള്ളടൻ. അപ്പൊ അതാ പറയുന്നത് ഭട്ടലൊള്ളടന്റെ ഉൽപ്പത്തിവാദം. ആ പേരിനകത്ത് തന്നെയുണ്ട് ഉൽപ്പത്തി എന്നാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞു, അല്ലെ? വിഭാവാനുഭാവ വ്യഭിചാരികളിലൂടെ പരിപോഷിപ്പിക്കപ്പെടുന്ന സ്ഥായി ഭാവമാണ് തന്നെയാണ് രസം, സ്ഥായി ഭാവം തന്നെയാണ് രസം എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉൽപ്പത്തിവാദം ഉപദർശിക്കുന്നത്. പ്രേക്ഷകനിലുണ്ടാകുന്ന കലാനുഭവം പ്രേക്ഷകനിഷ്ഠമല്ല എന്ന് പുള്ളിക്കാരൻ പറയും. പ്രേക്ഷകനിൽ ഉണ്ടാവുന്ന കലാനുഭവം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു കലാരൂപം നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കലാനുഭവം ഉണ്ടല്ലോ, അതെന്തല്ല, ഈ ലൊള്ളടൻ പറയുന്നത് അനുസരിച്ച് അത് പ്രേക്ഷകനിഷ്ഠമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇദ്ദേഹം നിഷ്പത്തിക്ക് ഇദ്ദേഹം കൊടുക്കുന്ന നിർവചനം എന്താണ്, ഉൽപ്പത്തി എന്ന നിർവചനമാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം രസാനുഭവം യാഥാർത്ഥ്യമാണ്, അല്ലെ? പ്രേക്ഷകരിൽ ഉണ്ടാകുന്ന രസാനുഭവം യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, ഈ ലൊള്ളടന്റെ അഭിപ്രായവുമായിട്ട് യോജിച്ചു പോകുന്നില്ല. അവിടെ അപ്രകാരം ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇനി അടുത്ത വാദം വരുന്നത്. അതായത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരഭിപ്രായം പറയുന്നു, അതങ്ങനെയല്ല, അങ്ങനെയാണ്, വേറെ രീതിയിലാണെന്ന് പറഞ്ഞ് അടുത്ത ആൾ വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം പറഞ്ഞ ആളെന്നെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പിന്നെന്തില്ല, അതിനകത്ത് പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ ഇത് ഒരാൾ പറയുന്ന വാദത്തെ അടുത്ത ആൾ ഖണ്ഡിക്കുന്നുണ്ട്, അല്ലെ? അപ്പം ഭട്ടലൊള്ളടന്റെ ഉൽപ്പത്തിവാദം ഇതാണ്. അവിടെ പുള്ളിക്കാരൻ നിഷ്പത്തിക്ക് കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്, ഉൽപ്പത്തി എന്നാണ് കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എന്ത്, പ്രേക്ഷകരിൽ ഉണ്ടാകുന്ന കലാനുഭവം പ്രേക്ഷകനിഷ്ഠമല്ല, വിഭാവാനുഭാവ വ്യഭിചാരികളിലൂടെ പരിപോഷിപ്പിക്കപ്പെടുന്ന സ്ഥായി ഭാവം തന്നെയാണ് എന്ത്, രസം എന്ന് പുള്ളിക്കാരൻ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ആളിലേക്ക് പോവാം. രണ്ടാമത്തേത് ശ്രീ ശങ്കുകന്റെ അനുമിതിവാദമാണ്. അനുമിതിവാദം, ഇതിന് അനുകൃതിവാദം എന്നും പേരുണ്ട്. എന്താണ് അനുകൃതിവാദം എന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വിളിക്കാം കേട്ടോ. അനുമിതിവാദം അല്ലെങ്കിൽ അനുകൃതിവാദം എന്നും നമുക്ക് ഇതിനെ വിളിക്കാം. എനിക്ക് തോന്നുന്നു അഭിനവഗുപ്തൻ എങ്ങാണ്ടാണ് ഇതിനെ അനുകൃതിവാദം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പം അനുകൃതിവാദം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇദ്ദേഹം പറയുന്നു വിഭാവാനുഭാവ വ്യഭിചാരികളുടെ അനുമിതിയായിട്ട്. ഇദ്ദേഹം നോക്കൂ, അവിടെ നിഷ്പത്തി എന്ന വാക്കിന് ഇദ്ദേഹം കാണിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം നൽകുന്ന നിർവചനം എന്താണ്, അനുമിതി എന്ന നിർവചനമാണ് ഇദ്ദേഹം നൽകുന്നത്, അല്ലെ? അപ്പൊ നോക്കൂ, വിഭാവാനുഭാവ വ്യഭിചാരികളുടെ അനുമിതിയായിട്ട് നടനിലൂടെ സ്ഥായി ഭാവമാകുന്ന രസം എന്ത് ചെയ്യുന്നു, നിഷ്പന്നമാകുന്നു. അപ്പൊ ഇദ്ദേഹം നൽകുന്ന നിർവചനം എന്താണ്, അനുമിതിയാണ് എന്ന നിർവചനമാണ് ആര് കൊടുക്കുന്നത്, നമ്മുടെ ശ്രീ ശങ്കുകൻ കൊടുക്കുന്നത്. തൊട്ടുമുമ്പുണ്ടായിരുന്ന ഭട്ടലൊള്ളടൻ എന്താ പറയുന്നത്, ഉൽപ്പത്തിയാണ് നിഷ്പത്തി എന്ന് പറഞ്ഞത്, അല്ലെ? ഇദ്ദേഹം എന്താ പറയുന്നത്, അനുമിതിയാണ് എന്ന് പറയുന്നു. വിഭാവാനുഭാവ വ്യഭിചാരികൾ രസത്തിന്റെ അനുമാപകങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അവിടെയും പ്രശ്നം, ഇതിനും എന്താണ്, യുക്തിസഹമായ ഒരു വ്യക്തത നൽകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ശ്രീ ശങ്കുകന്റെ അനുമിതിവാദത്തിന്റെയും പ്രശ്നം. രസാസ്വാദന പ്രകാരം ഇവർ ആരും പ്രേക്ഷകരെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് കുഴപ്പമുണ്ട്. അതായത് നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നിഷ്പത്തി എന്ന് പറഞ്ഞല്ലോ, ജനിക്കുന്നത്, അതാണ് അവിടെയാണ് കുഴപ്പമിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ വിഭാവ അനുഭാവ വ്യഭിചാരികളിലൂടെ ഉണ്ടാകുന്ന, അവരുടെ സംയോഗം കൊണ്ടുണ്ടാകുന്ന
നിഷ്പത്തി എന്ന് പറഞ്ഞു. അവയുടെ സംയോഗത്താൽ നിഷ്പത്തി ഉണ്ടാകും. രസം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ഈ രസം എവിടെ ഉണ്ടാവും? ആരിലുണ്ടാകും? ആ ചോദ്യമാണ് അവിടെ കുഴപ്പം. ഇദ്ദേഹത്തിനും എന്ത് ചെയ്യുന്നില്ല, അതിന് ഉത്തരം പറയാൻ വേണ്ടി പറയുന്നില്ല. ആരിലാണ് ഈ പറഞ്ഞ നിഷ്പത്തി ഉണ്ടാവും, അല്ലെ ആരിലാണ് ഈ നിഷ്പത്തി ഉള്ളത്, അല്ലെങ്കിൽ ആരിലാണ് രസം ഉണ്ടാവുന്നത്, അതിനൊരു ഉത്തരം കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതാ പറഞ്ഞ ഇവിടെ എന്താണ്, ഇദ്ദേഹത്തിന് ഒരു വ്യക്തത കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനും പറ്റുന്നില്ല എന്ന് പറയുന്നത്. അടുത്ത വാദം വരുന്നത് ഭട്ടനായകന്റെ ഭുക്തിവാദമാണ്. യുക്തിവാദം അല്ല കേട്ടോ, ഭുക്തിവാദമാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി വ്യക്തമാണ്, കുറെ കൂടി വ്യക്തമാണ്. എന്നാലും പൂർണ്ണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കുറെ കൂടിയൊക്കെ വ്യക്തമാണ് ഇത്. അപ്പൊ ഇവിടെ എന്താണ് ഇദ്ദേഹം പറയുന്നു, സ്ഥായി തന്നെ ഭവിതമായി തീർന്ന രസത്വം പ്രാപിക്കുകയാണ്. ഇതാണ് സ്ഥായി തന്നെയാണ് ഭാവമായി തീർന്ന രസത്വം പ്രാപിക്കുന്നത് എന്നൊരു വാദമാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥ രസാനുഭവം പ്രകാശാനന്ദമയമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥ രസാനുഭവം പ്രകാശാനന്ദമയമാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് രണ്ടിടത്തും പ്രശ്നം വന്നത് ഈ എന്താ പറയുക, രസം എവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനിക്കുന്നു എന്ന് പറഞ്ഞു, എവിടെ ജനിക്കുന്നു എന്ന് പറയുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചു, അല്ലെ? അപ്പൊ അതിന് ഇദ്ദേഹം ഒരു പരിധി വരെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നു, സാധാരണീകരണം എവിടെ നടക്കുന്നുണ്ട്? നടനിലും നടക്കുന്നുണ്ട്, പ്രേക്ഷകനിലും നടക്കുന്നുണ്ട്, അല്ലെ? നടനിലും നടക്കുന്നുണ്ട്, പ്രേക്ഷകനിലും നടക്കുന്നുണ്ട് എന്ന് ഇവിടെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സാധാരണീകരണത്തിന്റെ ഫലമായിട്ട് കഥാപാത്രവും നടനും പ്രേക്ഷകനും എല്ലാം എന്തായിത്തീരുന്നു? ഒന്നായിത്തീരുന്നു. കഥാപാത്രവും പ്രേക്ഷകനും നടനും എല്ലാം സാധാരണീകരണത്തിന്റെ ഭാഗമായിട്ട് ഒന്നായിത്തീരുന്നു എന്നൊരു അഭിപ്രായമാണ് ഇവിടെ ഭട്ടനായകൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഭട്ടനായകൻ എന്താ പറയുന്നത്? സ്ഥായി തന്നെ ഭാവിതമായി തീർന്ന രസത്വം പ്രാപിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭുക്തിവാദത്തിൽ അദ്ദേഹം പറയുന്നത്. യഥാർത്ഥ രസാനുഭവം എന്താണ്? പ്രകാശാനന്ദമയമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. സാധാരണീകരണം നടനിലും നടക്കുന്നുണ്ട്, പ്രേക്ഷകരിലും നടക്കുന്നുണ്ട്. ഈ സാധാരണീകരണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കഥാപാത്രവും നടനും പ്രേക്ഷകനൊക്കെ എന്താവുന്നുണ്ട്? ഒന്നായിത്തീരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇനി ഇതിനെ കുറച്ചുകൂടി ഒന്ന് വ്യക്തത, അല്ലെങ്കിൽ ഇതിനെ തന്നെ ഒന്ന് അടുക്കും ചിട്ടയായിട്ട് ഒന്ന് വ്യക്തമാക്കി, ഒന്ന് വൃത്തിയായിട്ട് ചെറിയ ചില മാറ്റങ്ങളോടുകൂടി അവതരിപ്പിക്കുകയാണ് ആര്? അഭിനവഗുപ്തൻ. അഭിനവഗുപ്തൻ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അഭിനവഗുപ്തന്റെ അഭിവ്യക്തിവാദമാണ് കേട്ടോ. അദ്ദേഹം പറയുന്നു, ഇവിടെ നിഷ്പത്തിക്ക് അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം അഭിവ്യക്തി അല്ലെങ്കിൽ വെളിവാക്കൽ ആണ്. അഭിവ്യക്തി അല്ലെങ്കിൽ വെളിവാക്കൽ എന്നാണ് ഇവിടെ നിഷ്പത്തിക്ക് ആര്? നമ്മുടെ അഭിനവഗുപ്തൻ നൽകുന്ന വ്യാഖ്യാനം. എന്താ പറയുന്നത് അദ്ദേഹം? രത്യാധിസ്ഥായി ഭാവങ്ങൾ സാധാരണീകൃതമായ നിലയിൽ വ്യഞ്ജിച്ച്, അവിടെ അതായത് തൊട്ട് മുൻപ് നമ്മുടെ ഈ പറഞ്ഞ ഭട്ടനായകന്റെ ഭുക്തിവാദത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഭുക്തി എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ അതേസമയം ഇവിടേക്ക് വരുമ്പോൾ ഇദ്ദേഹം അഭിനവഗുപ്തൻ എന്ത് ചെയ്യുന്നു? വ്യഞ്ജനം എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യഞ്ജനം കേട്ടോ, വ്യഞ്ജനം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ അഭിനവഗുപ്തൻ പറയുന്നത്. വ്യഞ്ജിച്ച്, കണ്ടോ? ഇവിടെ എന്താ പറയുന്നത്? രത്യാധിസ്ഥായി ഭാവങ്ങൾ സാധാരണീകൃതമായ നിലയിൽ വ്യഞ്ജിച്ച് ശൃംഗാരം തുടങ്ങിയ രസങ്ങളായി അഭിവ്യക്തമാവുകയാണ് എന്ന് അഭിനവഗുപ്തൻ സിദ്ധാന്തിക്കുന്നു. ശ്രദ്ധിക്കുക, എന്താണ്? രത്യാധിസ്ഥായി ഭാവങ്ങൾ സാധാരണീകൃതമായ നിലയിൽ വ്യഞ്ജിച്ചിട്ട് ശൃംഗാരം മുതലായ രസങ്ങളായിട്ട് അഭിവ്യക്തമാകുന്നു എന്ന് അഭിനവഗുപ്തൻ സിദ്ധാന്തിക്കുന്നു. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മീൻസ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ജനിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പൊ അവിടെയാണ് വ്യത്യാസം പ്രധാനമായിട്ടും വരുന്നത്. നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, രസികനിൽ സ്ഥായി ഭാവം വാസനാ പ്രകൃതിയായിട്ട് ലയിച്ചു കിടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ രസാസ്വാദനം എന്ന് പറയുന്നത് ആത്മാസ്വാദനമാണ് എന്നുമാണ് പുള്ളിക്കാരൻ അഭിപ്രായപ്പെട്ടത്. രസികനിൽ സ്ഥായി ഭാവം വാസനാപ്രകൃതിയായിട്ട് ലയിച്ചു കിടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്? രസാസ്വാദനം എന്ന് പറയുന്നത് ആത്മാസ്വാദനമാണ് എന്ന് അഭിനവഗുപ്തൻ അഭിപ്രായപ്പെടുന്നു. ഇതാണ്, ഇത് കുറെ കൂടി എന്താണ്, അഭിനവഗുപ്തന്റെ ഒരു അഭിപ്രായം കുറെ കൂടി എന്താണ്, വ്യക്തമാണ്. മീൻസ് ഇവിടെ ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഉത്തരം നൽകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജനിക്കുന്നു എന്ന് പറഞ്ഞു, എവിടെ ജനിക്കുന്നു എന്ന് പറയുന്നില്ല. ഇവിടെ അദ്ദേഹം എന്ത് പറയുന്നു? പ്രേക്ഷകൻ തന്നെയാണ്.
അല്ലെ? അവിടെ എന്താണ്? വ്യഞ്ചിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു അല്ലെ? പിന്നെന്താണ്? അഭിനവഗുപ്തൻ നിഷ്പത്തിയെ വിളിക്കുന്നത് വെളിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷകന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതെന്ത് ചെയ്യുന്നു? വെളിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ ആസ്വാദകനാണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാന്തം എന്ന് പറഞ്ഞ രസത്തെ കുറിച്ച് നമുക്ക് പറയുന്നു. അപ്പൊ ശാന്തം എന്ന് പറഞ്ഞ രസം അതൊരു രസമാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ അതിനെ രസമായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന്റെ ചില കാരണങ്ങളൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കടന്നു പോകുന്നില്ല. ഇനി രസവിഘ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രസത്തിന് വിഘ്നം വരുത്തുന്ന രസവിഘ്നങ്ങൾ എന്തൊക്കെയാണ്? രസവിഘ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് രസസൂത്രത്തിന് വിവിധ അലങ്കാരികന്മാരല്ല 4 പേര് അവർ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ വീണ്ടും ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ തൊട്ടു മുമ്പ് ഈ നവരസങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവിടെ ഒരു ചെറിയ സംശയത്തിന്റെ ഭാഗമായിട്ടല്ലേ ശാന്തം എന്ന് പറയുന്ന രസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കിനി എന്താണ് ശാന്തം എന്ന രസം, അതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം. ശാന്തം എന്ന രസം. അപ്പൊ ഇവിടെ പറയുന്നു, ശാന്തം എന്ന 9ാമത്തെ രസം ബ്രഹ്മാവ് ചൊല്ലിക്കൊടുത്തിട്ടില്ല എന്നും ഭരതമുനി പിന്നീട് അത് എഴുതി ചേർത്തു എന്നുമാണ് നാട്യശാസ്ത്രത്തിലെ രസവികല്പം എന്ന 6ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. അത് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തതല്ല. സാധാരണ നമ്മൾ ഈ നാട്യശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, 4 വേദങ്ങളുണ്ട്. ഈ 4 വേദങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആസ്വദിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ എന്താണ് 5ാമതൊരു വേദം എഴുതാൻ വേണ്ടി ബ്രഹ്മാവ് ഭരതനോട് ആവശ്യപ്പെട്ടുവെന്നും അതനുസരിച്ച് ബ്രഹ്മദേവന്റെ ഉപദേശം അനുസരിച്ച് ഭരതമുനി എന്ത് ചെയ്തു, ഈ നാട്യവേദം എഴുതിയെന്നുമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ അതിനകത്താണല്ലോ ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന 8 രസങ്ങളെ കുറിച്ച് മാത്രമേ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ശാന്തം എന്ന് പറയുന്ന 9ാമത്തെ രസത്തെ കുറിച്ച് ബ്രഹ്മാവ് ഭരതമുനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നീട് എന്താണ്, ഭരതമുനി തന്നെ എഴുതി ചേർത്തതാണ് എന്ന് അദ്ദേഹത്തിന്റെ, അതായത് നാട്യശാസ്ത്രത്തിലെ രസവികല്പം അതിന്റെ 6ാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ശാന്തം എന്ന് പറയുന്ന രസത്തിന്റെ സ്ഥായി ഭാവം ശമം ആണ്. ശമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വികാരരഹിതമായൊരവസ്ഥ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യമാണ് കേട്ടോ, എന്നാലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം. അല്ല, യാതൊരു വികാരവും ഇല്ലാത്ത ഒരവസ്ഥ എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു വികാരവും ഇല്ലാത്ത സാധനം, ഒരു വികാരവും ഇല്ലാത്ത ഭാവം എങ്ങനെയാണ് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടെ. പക്ഷേ പ്രേക്ഷകൻ അതെന്താണ്, അനുഭവഭേദ്യമാണ്. പ്രേക്ഷകന് ശാന്തം എന്ന് പറഞ്ഞ രസം തിരിച്ചറിയാൻ വേണ്ടി പറ്റും. എന്നാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അതാണ് ശാന്തം എന്ന് പറഞ്ഞ രസവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന, അതായത് ശാന്തം ഒരു രസമല്ലെങ്കിൽ ഒന്നും ഒരു രസമല്ല എന്നുള്ള അഭിപ്രായമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ശാന്തത്തെ രസമായിട്ട് അംഗീകരിക്കില്ലെങ്കിൽ മറ്റൊന്നിനെയും രസമായിട്ട് അംഗീകരിക്കില്ലേ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നവരസങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളതെങ്കിലും ഇത് കൂടാതെ പിന്നെയും ഒരുപാട് രസങ്ങൾ എന്തുണ്ട്, ആചാര്യന്മാര് കൂടുതലായിട്ട് അതിനോട് കൂട്ടിച്ചേർക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നവരസങ്ങളിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, അതിൽ ഒതുങ്ങി തീരുന്നില്ല. എന്നാലും പ്രധാനമായിട്ടും നമ്മൾ പറയുമ്പോൾ നവരസങ്ങൾ, രസങ്ങൾ എത്ര നവരസങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലേ? എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം നവരസങ്ങളല്ല, അതിന് പുറമെ ഒരുപാട് രസങ്ങൾ വേറെയും ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇനി രസത്തിന്റെ നിറങ്ങളെ കുറിച്ച് പറയണം അല്ലെ? രസത്തിന്റെ നിറങ്ങളുണ്ട് അല്ലെ? ഓരോ രസത്തിനും ഓരോ നിറങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശൃംഗാരം എന്ന് പറയുന്ന രസത്തിന് പച്ചയാണ് നിറം, ഹാസ്യത്തിന് വെള്ള നിറമാണ്, കരുണത്തിന് തവിട്ട് നിറമാണ്, രൗദ്രത്തിന് രക്തവർണമാണ്, ചുവപ്പ് നിറമാണ്, വീരത്തിന് സ്വർണ്ണ നിറമാണ്, ഭയാനകത്തിന് കറുപ്പ്, ഭീഭത്സത്തിന് നീല, അത്ഭുതത്തിന് മഞ്ഞ എന്നിങ്ങനെയാണ് നിറങ്ങൾ പറയപ്പെടുന്നത്. ആ നിറങ്ങൾ മാത്രമല്ല, ഇവർക്കൊക്കെ എന്തുണ്ട്, ദേവതകളുണ്ട് അല്ലെ? അധിഷ്ഠാന ദേവതകളുണ്ട്. ഓരോ രസത്തിനും ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. ശൃംഗാരത്തിന് അത് കാമദേവനാണ്, ഹാസ്യത്തിന് ശിവഭൂതഗണങ്ങളാണ്, കരുണത്തിന് യമനാണ്, രൗദ്രത്തിലേക്ക് വരുമ്പോഴേക്കും ഇന്ദ്രനാണ്, വീരത്തിന് രുദ്രനാണ്, ഭയാനകത്തിന് കാലനാണ്, ബീഭത്സത്തിന് മഹാകാളനാണ്, അത്ഭുതത്തിന് ബ്രഹ്മാവാണ്. ഇപ്രകാരം രസത്തിന് നിറങ്ങളുമുണ്ട്, രസത്തിനായിട്ട് അധിഷ്ഠാന ദേവതകളും ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ രസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിങ്ങനെ വന്നത്. അപ്പൊ എന്ത് ചെയ്തു, എന്താണ് രസം എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. എന്താണ് രസം, എങ്ങനെയാണ് രസം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യം. എന്താണ് രസം എന്ന് പറഞ്ഞു, രസം ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു, 3 ഭാവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു,
അല്ലെ? ആ 3 ഭാവങ്ങളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം വിഭാവത്തെക്കുറിച്ച് പറഞ്ഞു, സംയോഗത്തെക്കുറിച്ച് പറഞ്ഞു, നിഷ്പത്തിയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഈ സംയോഗത്തിലും നിഷ്പത്തിയിലും ഭിന്ന ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഓരോ ആചാര്യന്മാരും എപ്രകാരമാണ് രസസൂത്രത്തെ വ്യാഖ്യാനിച്ചത് എന്ന് പറഞ്ഞു, അല്ലെ? അതിനുശേഷം നമ്മൾ ശാന്തം എന്ന് പറഞ്ഞ രസത്തെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ എന്ത് ചെയ്തു? രസത്തിന്റെ വർണ്ണങ്ങളെയും ദേവതകളെയും നമ്മൾ നോക്കുകയും ചെയ്തു. ഇത്രയും കാര്യമാണ് രസത്തെക്കുറിച്ച് തത്വത്തിൽ ഒന്ന് പറയാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, അധിക വായന ആവശ്യമാണ്. ഇതുകൊണ്ടെല്ലാം ആയി എന്ന് ഒരിക്കലും ധരിച്ചു വെക്കരുത്. നമുക്ക് ഒന്ന് തൊട്ട് തലോടി പോകാനേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നിർവാഹമുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.